എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു ഇന്നത്തെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള തിരുവാതിരക്കളി ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു. രാവിലെ 11:45 നമുക്ക് ടൈം തന്നിട്ടുള്ളത്. അപ്പോൾ 10:30 റിപ്പോർട്ട് ചെയ്യണമെന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരെന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. രാവിലെ തന്നെ തിരുവാതിരക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ ഒരുപാട് കളികൾ മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. പക്ഷെ ഉള്ളിൽ കുറച്ച് ടെൻഷനായിരുന്നു. എന്തായാലും നമ്മൾ കളിക്കാൻ പോവല്ലേ, അപ്പം ആ കളി കഴിഞ്ഞ് ആസ്വദിക്കുന്നത് പോലെ അതിൻ്റെ മുൻപ് അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല. എന്നാലും സ്റ്റേജിൻ്റെ ഭംഗിയൊക്കെ കണ്ടു കേട്ടോ. അടിപൊളി സ്റ്റേജായിരുന്നു. എന്തായാലും എനിക്ക് സ്റ്റേജ് വളരെ ഇഷ്ടപ്പെട്ടു. അമ്പലത്തിന് അകത്ത് ശ്രീകോവിലിനുള്ളിലേക്കൊക്കെ ഇങ്ങനെ കാണുന്ന ആ ഒരു സ്വർണ്ണപ്രഭയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ആയിട്ട് നല്ല തൂണുകളൊക്കെ ആയിട്ട് നല്ല സ്റ്റേജായിരുന്നു. ഒരുപാട് വലിയ സ്റ്റേജുമായിരുന്നു. മാലിനി ഞങ്ങളുടെ കൂട്ടത്തിൽ കളിക്കാനുണ്ട്. അപ്പം മാലിനിയുടെ അമ്മ ചേച്ചി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഉറ്റ ഫ്രണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കളി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് വന്നതാണ്. ഗുരുവായൂരത്തെ ഞങ്ങളുടെ തിരുവാതിരക്കളി കാണാൻ പറ്റാത്തതുകൊണ്ട് സൈർ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, നന്നായി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കളിയൊന്നും തെറ്റാതെ കളിക്കാനുള്ള കോൺഫിഡൻസും ഉണ്ട്. പക്ഷേ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അകാരണമായ ഭയം എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് കാലൊക്കെ വിറച്ചിട്ട് പാടില്ലായിരുന്നു. ശ്രീമദാനന്ദപുരത്തിൽ വരും സ്വാമി ശ്രീമദ്വരാമന്റെ പാദപത്മം ശ്രീമദ്
തിരുവാതിരക്കളി അവതരിപ്പിച്ചത് കൃഷ്ണശ്രീ. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഒരു ട്രോഫിയും എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടോ. സമ്മാനങ്ങൾ എപ്പോഴും നമുക്ക് അത്രയും വാല്യുബിൾ തന്നെയാണ്. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റും ഞങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണ്. അത് നല്ലൊരു മെമ്മറി ആണല്ലോ. കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം, ഇതുപോലെ ആരോഗ്യമൊന്നും ഇല്ലാത്ത സമയത്ത് പണ്ട് ഞങ്ങൾ ഇങ്ങനെ കളിച്ചിരുന്നു എന്നൊക്കെ പറയാലോ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ സൈറയ്ക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. സൈറ അങ്ങനെ ഞങ്ങളോട് യാത്ര പറഞ്ഞ് പോയി. പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെയും പ്രസാദൂട്ടുണ്ട്, കഞ്ഞിയും പുഴുക്കൊക്കെ തന്നെയാണെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പ്രസാദൂട്ടിനായിട്ട് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്തിടുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.